എന്താണ് ലബാൻ? ഷിബു ലബാൻ. ലബാൻ എന്ന് പറയുന്നത് എന്റെ പപ്പയുടെ പേരാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇത് സ്ഥലമാണോ, അതെ അതെ, നീ എന്തെങ്കിലും ജാതിയാണോ, അങ്ങനെയൊക്കെ ഒരുപാട്. ഞാൻ വിചാരിച്ച ഷോയ്ക്ക് ഇട്ടിരിക്കുകയാണെന്ന്. ഷോക്ക് ഇട്ടിരിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, പേര് നല്ല രസമുള്ള. അച്ഛന്റെ ഫുൾ നെയിം വന്നാലും ലബാൻ തന്നെ. ലബാൻ തന്നെ, LABAN. അത്രേ ഉള്ളൂ അല്ലേ? ചേട്ടാ കറക്റ്റ് സ്ഥലം ട്രിവാൻഡ്രം? ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം കാരക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുമ്പോൾ ആദ്യം ലാലേട്ടന് ഓർമ്മ വരുന്ന കേട്ടോ. പട്ടാളം നമ്മുടെ എനിക്ക് തോന്നുന്നു കുരുക്ഷേത്രം കഴിഞ്ഞപ്പോഴാണോ? കുരുക്ഷേത്രം കഴിഞ്ഞപ്പോൾ ആ സമയത്താണെന്ന് തോന്നുന്നൊരു വേഷം ലൈവായിട്ട് സ്റ്റൈലൊക്കെ ചെയ്തു. പിന്നെ കോമഡിയിൽ ചെയ്തു അല്ലേ? പിന്നെ റിയാലിറ്റി ഷോ ഞാനും അസീസ്, സതീഷ് വെട്ടികല, ഷുബു കൊഞ്ചറ, ഞങ്ങൾ കോമഡി സ്റ്റാർട്സിൽ കോമഡി കസിൻസ് ആയിട്ട് വന്നു. അതിൽ നിന്ന് ക്യാരക്ടർ, പിന്നെ ഫിഗർ, അങ്ങനെ ലാലേട്ടന് ഫ്രണ്ടിൽ തന്നെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ചേട്ടാ നമ്മളിപ്പോൾ പല പല മേഖലയുടെ വന്നതാണ്. ഇപ്പോൾ മെമിക്രി, അതിന് സീരിയല്, സിനിമ, ഈ 3 മേഖലയും ചേട്ടൻ കൈയടക്കി കഴിഞ്ഞു. അപ്പം ഏറ്റവും എളുപ്പമുള്ള മേഖല ഏതാണ് ചേട്ടാ ഈ 3-ൽ? എല്ലാ മേഖലയും സുഖമാണ്. പക്ഷേ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം സിനിമകൾ ചെയ്യണമെന്നാണ്. സിനിമയിൽ ചെറിയ വേഷമാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ട്. അപ്പോൾ സിനിമകൾ കൂടുതൽ ചെയ്യണം. വലിയ സ്ക്രീനാണ് ഇഷ്ടം? വലിയ സ്ക്രീനാണ് ഇഷ്ടം. കരിയറിൽ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ സുരാജേട്ടനോടൊപ്പമാണ്. തിരുവനന്തപുരം ഡിസ്കവറിയിലാണ് തുടങ്ങുന്നത്. അപ്പം സുരാജേട്ടനോടൊപ്പം അന്ന് പ്രോഗ്രാം ചെയ്യുകയും പിന്നെ സുരാജേട്ടൻ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ തന്നെ വരുന്നത്. അപ്പോൾ അത് ഒരു രസകരമായ ഒരു കഥ. കോമഡി സീരിയലാണ്. അപ്പോൾ സുരാജേട്ടൻ നിരവധി കോമഡി സീരിയലിൽ തിരക്കൊട്ടങ്ങനെ അഭിനയിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം അപ്പോൾ എനിക്ക് സീരിയലിലൊക്കെ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പിൽ പുള്ളി മമ്മൂട്ടി, ഞാൻ മോഹൻലാലാണ്. സുരാജേട്ടൻ സേതുരാമയ്യറിലെ മമ്മൂട്ടിയും ഞാൻ ലാലേട്ടൻ്റെ ഫിഗറൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സുരാജേട്ടൻ സീരിയൽ ചെയ്യുന്നുണ്ട്. അന്ന് സുരാജേട്ടൻ സിനിമകളൊന്നും അധികം ചെയ്തിട്ടില്ല, സിനിമ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നാടുനാട്ടാരും എന്ന സീരിയലാണ്. സീരിയലിൽ സുരാജേട്ടൻ ജയൻ്റെ ഒരു ഡ്യൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം സുരാജേട്ടന് കോസ്റ്റ്യൂം വേണം ജയൻ്റെ. അപ്പം ഞാൻ ജയൻ്റെ ഫിഗർ ചെയ്യുന്നതുകൊണ്ട് സുരാജേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യും, എടാ എൻ്റെ ജയൻ്റെ കോസ്റ്റ്യൂം ഇല്ല, നീ ഒരു കാര്യം ആ പാൻറ്റും ബെൽ ബോട്ടം പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ട് നീ ലൊക്കേഷനിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ പോയപ്പോഴാണ് സുരാജേട്ടനാണ് ആദ്യമായിട്ട് പറയുന്നത് ഡയറക്ടർ ദിലീപേട്ടനോട്, ദിലീപേട്ട അവൻ എന്തായാലും വെറുതെ വന്നതല്ലേ, അവനെന്തെങ്കിലും വേഷം കൊടുക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് സീരിയലിൽ നാടും നാട്ടാരിലും വേഷം ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്ഥിരം നാടും നാട്ടാരിലെ ഒരു ആർട്ടിസ്റ്റായി, പല പല ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായി നാടും നാട്ടാരും. പിന്നെ അങ്ങനെ കുറേ സീരിയലുകൾ. അപ്പോൾ സുരാജേട്ടൻ അത് കഴിഞ്ഞ് നേരെ സിനിമയിൽ പോയി തിരക്കായി. അങ്ങനെ പിന്നെ റിയാലിറ്റി ഷോ ആയി. ഇപ്പൊ സുരാജേട്ടനോട് എങ്ങനെയാണ്? ഇടയ്ക്ക് വിളിക്കും, കാണാറുണ്ട്. ഇപ്പോഴും നമ്മുടെ മാടെ ഷോ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ, അപ്പോൾ അവിടെ വെച്ച് കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. കണ്ണ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ആണോ? താങ്ക് യു. ഒരു എന്താണ് ബ്രൗണിഷ് കളർ? അതെ അതെ, ബ്രൗണിഷ് കളർ. ആ ഫേസും എല്ലാം കൂടെ ആയപ്പോൾ ഒരു ബബ്ലി ഫേസ്, കണ്ണ് ഇതെല്ലാം കൂടെ. അപ്പോൾ ഈ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴുള്ളൊരു വികാരം അതറിയണമല്ലോ. ഈ ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് കിട്ടും. കാരണം ഓഡിയൻസിന് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുടെ ആ ഒരു സോങ് ആയാലും മ്യൂസിക് ബിറ്റായാലും അതിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇത് ആൾക്കാർ നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നു മറ്റേ ലെഫ്റ്റനന്റ് കേണലിന്റെ, അതെനിക്ക് തോന്നുന്നു ഒരു എത്ര വർഷം മുമ്പ് ചെയ്ത, ഒരു 15 വർഷം മുമ്പ്. അത് ഇപ്പോഴും താങ്കൾ ഓർമ്മിച്ചിരിക്കുകയാണ്. അല്ല, അത് റീക്രിയേറ്റ് ചെയ്ത് സ്റ്റേജിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? അത് അങ്ങനെ ഒരു ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത്ര വയറ് വേണ്ട കേട്ടോ, വയറ് കൂടി ഇച്ചിരി കണ്ടല്ലോ. കുറെ വർഷം 4 വർഷം മുമ്പ് കണ്ടപ്പോൾ ഇത്ര ഇല്ലായിരുന്നു, വയറ് കുറച്ച് കൂടി പോയി. അത് മനസ്സിലായി, ജോലി കൂടുതലുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് ജോലി കൂടുതലാവട്ടെ, അങ്ങനെ തന്നെ വേണം. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സീരിയൽ ചെയ്യുമ്പോഴൊക്കെ മിമിക്രിക്കാർ എന്നുള്ളൊരു ടാഗ് ലൈൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, മിമിക്രിക്കാരനായതുകൊണ്ടാണ് ഇതുപോലുള്ള അവസരങ്ങൾ. അതെ അതെ അതെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ ഒരു ലെയർ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ സുരാജേട്ടനെ മമ്മൂക്കയെ അനുകരിച്ചു, പിന്നെ സിനിമയിൽ വന്നു. ഇപ്പം അസീസ് ആണെങ്കിലും അശോകേട്ടനെ അനുകരിച്ചിട്ടാണ് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. സ്കിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അശോകേട്ടൻ, ഇപ്പം നമ്മളൊരു നടനെ അനുകരിക്കുമ്പോഴാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പോയിട്ട് സിനിമയിൽ പോയി ചെയ്ത് നമ്മളവിടെ പ്രൂവ് ചെയ്യണം എന്താണെന്നുള്ളത്. നമ്മൾ മറ്റ് കഥാപാത്രങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണെന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്തേ പറ്റൂ, തെളിയിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ തെളിയിച്ചേ പറ്റൂ. അത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡയറക്ടർ ചിലപ്പോൾ ആദ്യം കുറേ വർക്കുകളിൽ നിന്നൊക്കെ ചിലപ്പം
അവർക്ക് ഇഷ്ടപ്പെടാതെ മാറ്റിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ചിലപ്പോൾ അത് പുള്ളി പിന്നെ മിമിക്രി ആർട്ടിസ്റ്റാണ്, അനുകരിക്കുന്ന ആളാണ്. പക്ഷെ മിമിക്രി ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. അവരുടെ സിനിമകളിൽ പെട്ടെന്ന് അവസരം കിട്ടും. ഷാഫി സാറൊക്കെ അങ്ങനെ അല്ലേ? ആൾക്കാരുടെ സിനിമകളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അല്ല, മിമിക്രിക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡയറക്ടർ. അതുപോലെ ഞാനിപ്പോൾ പകലും പാതിരാവും സിനിമയിൽ അഭിനയിച്ചു. അജയ് വാസുദേവായിരുന്നു ഡയറക്ടർ. പുള്ളിക്ക് മിമിക്രിക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ തലമുറയിൽ ഉള്ള ഡയറക്ടേഴ്സ് അവർക്കും മിമിക്രിക്കാരെ ഇഷ്ടമാണ്. അങ്ങനെ മിമിക്രിക്കാരെ അങ്ങനെ ഇഷ്ടപ്പെടായികയൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ലെയർ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഏത് കഥാപാത്രവും ചെയ്യുന്ന ഒരു നടനാണെന്ന് നമ്മൾ തെളിയിക്കണം. തെളിയിച്ച ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതെ അതെ, ദേശീയ അവാർഡ് വിന്നറുണ്ട്. അതെ 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 അതെ. അപ്പോൾ പറയേണ്ട കാര്യമില്ല. അതെ. അപ്പം ഈ ഗുരുനാഥന് ദേശീയ അവാർഡ് കിട്ടിയപ്പോഴേ, അതായത് സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ സ്ക്രീനിൽ കാണാൻ ഗുരുനാഥൻ തന്നെ പറയാം, ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സുരേട്ടാ എനിക്ക് ഒരുപാട് സന്തോഷം, ഭയങ്കര അഭിമാനം തോന്നുന്നു ചേട്ടനോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് സുരാജേട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിദേശത്ത് പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. എല്ലാ സുരാജേട്ടൻ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി സിനിമയിൽ ഒരു ബ്രേക്ക് എനിക്ക് തോന്നുന്നു സുരാജേട്ടന്റെ കൂടെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതേ, ആ പണ്ട് കൊടുത്ത ജയന്റെ കോസ്റ്റ്യൂമായിട്ടൊരു ലൊക്കേഷനിൽ പോകണം. അത് ഐശ്വര്യമാണ് അത് കേട്ടോ. എന്നിട്ട് കൊടുക്കുമ്പോൾ സുരാജേട്ടൻ പറയുന്നത് ഒരു വേഷം പയ്യന് കൊടുക്കാൻ പറയും. പിന്നെ അങ്ങ് കയറിക്കോളൂ ചേട്ടാ. എന്തായാലും സുരാജേട്ടൻ, എന്തായാലും ഇത് സുരാജേട്ടനെ എത്തട്ടെ ഈ വീഡിയോ. ഉറപ്പായിട്ടും ശിവചേട്ടൻ ഒരു അവസരം സുരാജേട്ടൻ മേടിച്ച് തരും ഉറപ്പായിട്ടും. നമുക്ക് 1-2 മിമിക്രി താരങ്ങളെ എന്ന് നമുക്കൊന്ന് അനുകരിച്ചാലോ? അനുകരിക്കാം. അപ്പം ആദ്യം ഏതാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ് ലാലേട്ടൻ തന്നെയാണെന്ന്. പിന്നെ KP ഉമ്മർ സാറ്. KP ഉമ്മർ, ലാലേട്ടൻ, കുറെ താരങ്ങളുടെ ഒക്കെ ചെയ്യും. മറ്റേ ഇതിട്ടാലോ, സ്പിൻ ചെയ്തിട്ട് നമ്പർ പറഞ്ഞിട്ടാലോ? ആദ്യം ഏത് ചെയ്ത് തുടങ്ങണം എന്നുള്ള ചേട്ടൻ ഇഷ്ടമുള്ളത്. അപ്പോൾ ആദ്യം പൃഥ്വിരാജിന്റെ ശബ്ദം തന്നെ ചെയ്യാം. പൃഥ്വിരാജ് ചോക്ലേറ്റ് എന്ന സിനിമയിൽ മദ്യപിച്ച് ഡയലോഗ് പറയുന്നുണ്ട്. ലാസ്റ്റ് സീൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതടി കരുതിയെ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിടന്ന് ആടുവന്നു. അത് പണ്ട്. ഇന്നെന്റെ കഴുത്തേൽ ഒരു കുരുക്ക് വീണാൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും. ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി. നിന്നോണ്ടാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി. അതെ അതെ, കുഴപ്പമില്ല. എന്നാലും അപ്പൊ ഇനി പൃഥ്വിരാജ് പറഞ്ഞ ഇതേ ഡയലോഗ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചുപോയ സുകുമാരൻ സാർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഈ സുകുമാരൻ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പം ഒരു ഡയലോഗ് പീസ് അദ്ദേഹത്തിന് കൊടുത്തെന്ന് വെച്ചു, അദ്ദേഹം ഇങ്ങനെ അമ്മാനമാടും. അതെ 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 അതെ, എക്സ്പീരിയൻസ്. അതാണ്, ഡയലോഗ് ഇട്ട് അമ്മാനമാടുന്ന ഒരു താരമായിരുന്നു സുകുമാരൻ സാർ. അപ്പൊ ഈ ഡയലോഗ്, മകൻ പറഞ്ഞ ഈ ഡയലോഗ്, ഈ കാലഘട്ടത്തിൽ പറഞ്ഞ ഡയലോഗ് പണ്ടത്തെ സുകുമാരൻ സാറിന് കിട്ടിയിരുന്ന പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ആമ്പടിക്കള്ളി, ഇടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്നാട്. അത് പണ്ട്. ഇന്നെന്റെ കഴുത്തേൽ ഒരു കുരുക്ക് വീണാൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും. ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി. എവിടെ? അടിപൊളിയാ. അത് പ്രത്യേക വേരിയേഷൻ അല്ലയോ? ഹൈയിൽ പോയിട്ട് ലോയിലേക്ക് വരുന്നത്. ഈ രണ്ടുപേരായ ഫാമിലിയിൽ രണ്ടുപേരോടുണ്ട്. ഇത് തന്നെ ഇതല്ല സിനിമയില് മീശ മുതൽ പറഞ്ഞ ഡയലോഗാണ്. 10-25 കൊല്ലമായില്ലെന്നും പൊരിച്ച സ്റ്റേഷനിലേറിയിട്ട് ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നേ? ഇങ്ങോട്ട് മാറുന്നില്ലടാ. എന്തോന്നാടാ നിന്റെ പേര്? മീശമാധവൻ. പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ട്, പക്ഷേ നാളെ വരുമ്പോ മീശ പഠിച്ചിട്ട് പറഞ്ഞ അച്ഛൻ നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, അവിടെ ചെന്നിട്ട് പരിചയപ്പെടാം. വരട്ടോ? അടിപൊളി. എനിക്കൊന്ന് ചേട്ടാ, ഈ 3 പേർക്ക് 3 മോഡുലേഷൻ, ഹൈ ലോ അല്ലെ? എനിക്കത് രാജേട്ടൻ ഒരു മിഡിലാണെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചൻ. അതെ, 10-25 കൊല്ലമായില്ലേ? താഴെ വന്ന അത് ഏറ്റവും താഴെ, അത് ഏറ്റവും മേലില്. എല്ലാം അങ്ങനെ വരുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ശബ്ദമാണ് മല്ലികാമ്മയുടെ. എല്ലാം ഉണ്ട്, പൗരുഷമുണ്ട്, ഒരു സ്ത്രീത്വത്തിന്റെ ശബ്ദമുണ്ട്, ഗാംഭീര്യം എല്ലാം ഉണ്ട്. അത് വേണമെങ്കിൽ ഞാനിപ്പോ പറയുമ്പോ മനസ്സിലാവും. മല്ലിക മാഡം ഒരു ക്യാരക്ടർ സൂര്യ TV ആണെന്ന് ചെയ്ത ഇന്ദുമതി ചന്ദ്രമതി എന്ന സീരിയലിലെ ക്യാരക്ടറിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. കോമഡി ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ശബ്ദം, കുണുക്കം പോലെ.
കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ചന്ദ്രമതി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാ മതി. മറ്റാരും പറയുന്നത് കേൾക്കണം കേട്ടോ. ഇതാ ഈ കുണുക്ക ഞാൻ പറഞ്ഞ